ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ മീൻമുട്ടിപ്പാറ എന്ന് പറഞ്ഞ വാട്ടർഫോളിൽ പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ പത്തനംതിട്ടയിൽ ഒരു മീറ്റിങ്ങിന് പോയതായിരുന്നു. നമ്മൾ അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഈ സ്മാം എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിൽ കൊടുക്കുന്ന ഒരു ഫേമാണ് നമ്മൾ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാര്യത്തിനായിട്ട് മീറ്റിങ്ങിനായിട്ട് പോയതാണ്. അപ്പോൾ മീറ്റിംഗ് കുറച്ച് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ള നല്ലൊരു സ്പോട്ട് നോക്കിയപ്പോൾ നമ്മളിവിടെ മല്ലപ്പള്ളി മീൻമുട്ടി വാട്ടർഫോളാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ വഴി അങ്ങനെ അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ മാപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് പോയത്. നമ്മളെ മീൻമുട്ടി വാട്ടർഫോളിലോട്ട് ഗൈഡ് ചെയ്തത് ഗൂഗിൾ ചേച്ചിയും പിന്നെ ബാക്കിലിരിക്കുന്നത് നമ്മുടെ നീതു ചേച്ചിയല്ല, നീതുകുട്ടി, രണ്ടുപേരോടാണ് നമ്മൾ ഗൈഡ് ചെയ്തത്. അങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ മീൻമുട്ടി വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പത്തനംതിട്ട പിന്നെ ഫുള്ള് അറിയാമല്ലോ, നമുക്ക് കൂടുതൽ വീടുകളുണ്ട്. അതുപോലെ തന്നെ കൂടുതലും ഒരുപാട് മരങ്ങളും റബ്ബറും അങ്ങനെയുള്ള ഒരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ പോയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മീൻസ് വെയിലും ഒരുപാട് അങ്ങില്ലായിരുന്നു, എന്നാൽ മഴയില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് എപ്പോഴാണ് വെയിൽ വരുന്നത് എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരു സമയമാണ്. പക്ഷെ നമ്മൾ പോയ കറക്റ്റ് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ ടൈമിൽ പോയത്. അങ്ങനെ നമ്മൾ മീൻമുട്ടിയിലെത്തി. അപ്പോൾ അത് തന്നെയാണ് ശരിക്കുള്ള വാട്ടർഫോൾ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ചേട്ടൻ വന്നത്. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടുന്ന് കുറച്ചുകൂടെ പോയാൽ അവിടെ നല്ലൊരു വാട്ടർഫോൾ ഉണ്ട്, അങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഇവിടുത്തെ ഒരു ഫോട്ടോയും പിന്നെ കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ ഫൈനലി മീൻമുട്ടിപ്പാറ വാട്ടർഫോളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ സറൗണ്ടിങ്സ് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ആക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊന്ന് ഇച്ചിരി നടന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതേ കണ്ടോ, ചുറ്റും കണ്ടോ, നല്ല രസമായിരുന്നു. ഞങ്ങൾ ചെന്ന ആ ടൈമിൽ വലിയ ഒഴുക്കും വലിയ വെള്ളച്ചാട്ടവും അങ്ങനെയുള്ള സംഭവമില്ലായിരുന്നു. ഒരു മീഡിയം രീതിയിൽ അത്യാവശ്യം ഒരു നമുക്ക് നിൽക്കാം ആ ഒരു രീതിയിൽ. നമ്മൾ ആക്ച്വലി സ്പോട്ട് എവിടെയാണെന്നുള്ളതൊന്ന് നോക്കാൻ വന്നായിരുന്നു, കാരണം ആരും ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വെറുതെ എന്തിനോ വേണ്ടി കാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നനയ്ക്കുന്നു. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നിട്ട് മീൻസ് അങ്ങോട്ട് ഇറങ്ങിയില്ല, നമ്മൾ ഇപ്പുറം നിന്ന് തന്നെ അവിടെ വെള്ളത്തിലൊക്കെ ഇരുന്നിട്ട് കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ചുറ്റുമുള്ള ഒന്ന് കണ്ടു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും പിന്നെ വിശപ്പിൻ്റെ വിളി വന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ തൊട്ടടുത്ത് അവിടെ കടകൾ മീൻസ് ഫുഡ് കഴിക്കാനുള്ളൊരു ഇത് ഇല്ല. നമ്മൾ ഒരു 5-6 കിലോമീറ്റർ വീണ്ടും തിരിച്ചു പോകേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ ശരിക്കും വെള്ളത്തിലിറങ്ങിയത്. ആക്ച്വലി ഞങ്ങൾ ലേഡീസ് ആരും ക്ലോത്ത് എക്സ്ട്രാ കരുതിയിട്ടില്ലായിരുന്നു. ഒരു ജെൻറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു, എക്സ്ട്രാ ക്ലോത്ത്സ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ ആദ്യമേ ചാടി ഇറങ്ങി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ ലേഡീസ് നമ്മൾ ഡ്രസ്സ് നനയും, അതുകൊണ്ട് പോണോ വേണ്ടായോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു എല്ലാവരും നിന്നത്. അങ്ങനെ ഞാനും നമ്മുടെ അക്കൗണ്ടൻറ്റ്, നമ്മുടെ സീനിയർ അക്കൗണ്ടൻറ്റും പിന്നെ നമ്മുടെ ജൂനിയർ കോർഡിനേറ്ററും നീതു, ഞങ്ങൾ 3 പേരും പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി. മീൻസ് ഡ്രസ്സ് എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പാൻറ്റൊക്കെ കുറച്ച് ഫോൾഡ് ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. എന്നിട്ട് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ വാട്ടർഫോളോ മീൻസ് ശരിക്കും വെള്ളം വരുന്ന ആ പ്ലേസിലോട്ട് അങ്ങോട്ട് എല്ലാവരും പോയി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറേ അവരുടെ ഫോട്ടോസ്, ഒരു ജെൻസ് ഓൾറെഡി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറേ ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഞങ്ങളുടെ കുറേ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ നമ്മളെടുത്തേ. ഒരു കാര്യം പറയാൻ മറന്നുപോയേ, നമ്മുടെ ഈ വീഡിയോഗ്രാഫി നിർമ്മൽ ചേച്ചിയാണ്, നമ്മുടെ HR ചേച്ചിയാണ്. അപ്പം ചേച്ചിയാണ് നമുക്ക് ഈ വീഡിയോ എടുത്തു തരുന്നത്. പുള്ളിക്കാരത്തിക്ക് ഡ്രസ്സ് നനയെന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് പുള്ളിക്കാരത്തി വെള്ളത്തിൽ ഞങ്ങൾ എത്ര വിളിച്ചിട്ടും പുള്ളിക്കാരത്തി ഇറങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നിന്ന് ഫോണൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരത്തി. അങ്ങനെ കുറച്ച് ഷോർട്സ് വീഡിയോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നിന്നിട്ട് വീഡിയോ വെള്ളത്തിൽ നിന്ന് വരുന്ന സ്ലോ മോഷനിൽ വരുന്നത് ഞങ്ങളുടെ വീഡിയോ ഓരോരുത്തരുടെ അങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തേ. അപ്പം അങ്ങനെ എൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം പറ്റി. എടുത്തുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് ടപ്പോന്ന് പറഞ്ഞ് അവിടോട്ട് അങ്ങ് ഇരുന്നു. പുള്ളിക്കാരുടെ കാലെന്തോ സ്ലിപ്പായി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞാൽ നീ നിൽക്ക്, വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനെടുത്തു. പക്ഷേ അത് സക്സസ് ആയി കേട്ടോ. ഞാൻ വീഴാഞ്ഞുകൊണ്ട് അത് സക്സസ് ആയി. പക്ഷേ പാവം വീണ് പോയി എൻ്റെ വീഡിയോ എടുത്തപ്പോൾ. ഇതാണ് പറ്റി. അങ്ങനെ കുറേ വീഡിയോ സെക്ഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് കളയാൻ വിചാരിച്ചിട്ട് എല്ലാവരും ചില പറയാൻ
കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള നല്ല ഫോട്ടോസൊക്കെയാണ് എടുത്തിട്ടേക്കുന്നത്. നല്ല വ്യൂവും നല്ല ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നല്ല രസമായിരുന്നു കേട്ടോ. മീൻസ് പോസ്റ്റ് വെഡിങ്ങിനും പ്രീ വെഡിങ്ങിനും ഒക്കെ നമുക്കിവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളി സൂപ്പർ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫോട്ടോസ് എടുത്തില്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും മീൻസ് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ഫസ്റ്റ് നിൽക്കുന്നതാണ് നമ്മുടെ ജൂനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നീതു, പുള്ളിക്കാരത്തി ജൂനിയർ സെയിൽസ് ആൻഡ് സർവീസ് കോർഡിനേറ്ററാണ്. ഇത് ഞാനാണ്. നമ്മുടെ ഈ ഫസ്റ്റ് നിൽക്കുന്നതാണ് നമ്മുടെ സാറ്. പിന്നെ നമ്മുടെ സാറിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് സീനിയർ സെയിൽസ് ആൻഡ് സർവീസ് എക്സിക്യൂട്ടീവ്. പിന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ ജാൻസി മാഡം, പുള്ളിക്കാരത്തി സീനിയർ അക്കൗണ്ടൻ്റ് ആണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സീനിയർ സെയിൽസ് ആൻഡ് സർവീസ് എക്സിക്യൂട്ടീവ്. ഇതാണ് നമ്മുടെ HR ചേച്ചി, നിർമ്മല എന്നാണ് ചേച്ചിയുടെ പേര്. ചേച്ചിയാണ് നമുക്ക് കുറേ വീഡിയോസും കുറേ ഫോട്ടോസൊക്കെ ആദ്യം എടുത്ത് തന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. ശരിക്കും മല്ലപ്പള്ളിയിലുള്ള ഈ മീൻമുട്ടി വാട്ടർഫോൾ എല്ലാവരും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്ന നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കൂടെ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.